അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി 186 വർഷം മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ. ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമാണ് ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസ്ഥയായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിൽ നിന്നും ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു. ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നിങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭാരതത്തിന്റെ രാഗവും താളവും ഭാഗവും തന്റെ സത്യാഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഉപവാസനത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് അനേകം ശിഷ്യഗണങ്ങളുണ്ടായി. ആചാര്യ വിനോബാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാബഹൻ, CF ആൻഡ്രൂസ്, ഖാൻ അബ്ദുൽ ഗാഫർ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി ഇന്ത്യ കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുൻപ് ഇത് സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ലുപറിച്ചും കല്ലുപറക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം. ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ. അതിന് നമ്മുടെ ക്ലാസ്സും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം. നമ്മിലെ ദുശ്ശീലങ്ങളും ദുഷ്ടമൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം. ഭാരത് മാതാ കീ ജയ്. നന്ദി.